കർണാടകയിലെ സാംസ്കാരിക നഗരമായ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മൃഗശാലയാണ് മൈസൂർ സൂ. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ സ്ഥലത്ത് പ്രകൃതിയോട് ചേർന്ന അന്തരീക്ഷമാണ് ആദ്യം കണ്ണിൽപ്പെടുന്നത്. ആദ്യം തന്നെ ഒരുപാട് പക്ഷികളെ ഇവിടെ കാണാൻ സാധിക്കുന്നു. കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായ ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പൽ മഹത്തായ ഭാവമുള്ള ഒരു പക്ഷിയാണ്. വെള്ളമയിൽ ശാന്തതയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണ്. സാധാരണയായി കാണുന്ന നീലമയിലിനേക്കാൾ വ്യത്യസ്തമായി പൂർണ്ണമായും വെള്ള നിറത്തിലുള്ള അതിന്റെ തൂവലുകൾ ദിവ്യമായി ഭാവം, അതിന്റെ സാവധാനമായ നടപ്പും മൃദുവായ ഭാവവും കാണുന്നവരുടെ മനസ്സിൽ തന്നെ ഒരു പ്രത്യേക ആകർഷണം ഉണർത്തുന്നു. മൈസൂർ മൃഗശാലയിൽ കാണുന്ന അതിവിശിഷ്ടമായ ചുവപ്പ് നിറമുള്ള പക്ഷികൾ കണ്ണുകളെ പിടിച്ചു പറ്റുന്ന സൗന്ദര്യമാണ് സമ്മാനിക്കുന്നത്. മൃഗശാലയിൽ പുലിവർഗങ്ങളുടെ സാന്നിധ്യം അതിന് ഒരു രാജകീയ ഭാവം നൽകുന്നു. കരിമ്പട്ടകളാൽ അലങ്കരിച്ച മഞ്ഞ നിറമുള്ള ചെക്കൻ പുലി നിശബ്ദ ചുവടുകളോടെ ചുറ്റി നടക്കുമ്പോൾ അതിന്റെ കണ്ണുകളിൽ തെളിയുന്ന തീക്ഷ്ണത ആരെയും ആകർഷിക്കും. കറുത്ത വരകളുള്ള ഓറഞ്ച് നിറത്തിലുള്ള കടുവ അതിന്റെ ശക്തിയും ഗർജനവും കൊണ്ട് കാട്ടിന്റെ ഭാവം ഓർമ്മിപ്പിക്കുന്നു. അതിനൊപ്പം ആൺസിംഹം കഴുത്തിനു ചുറ്റും വിരിഞ്ഞ കനത്ത കേശഭാരവുമായി ഗംഭീരമായി നിൽക്കുമ്പോൾ ഒരു രാജാവിന്റെ മഹത്വം തോന്നുന്നു. സമീപത്ത് പെൺസിംഹം സാവധാനമായെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു. ഈ 4 മഹത്തായ ജീവികളെ ഒരുമിച്ച് കാണുന്നത് ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും ഒരു അപൂർവ അനുഭവമാണ്. പിന്നീട് കണ്ട ഗൊറില്ല വളരെ കൗതുകരമായ ഒരു കാഴ്ചയായിരുന്നു. വലിയ ശരീരവും ശക്തമായ കൈകളുമുള്ള അത് നടന്നു പോകുന്നത് നക്കിൾ വാക്കിംഗ് രീതിയിലാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പഴങ്ങളും ഇലകളും കയ്യിലെടുത്ത് പതുക്കെ ചവച്ചു തിന്നുന്നു. അതിന്റെ മുഖഭാവം പോലും വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നവനെ പോലെയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ഉയർന്ന ഭാഗത്ത് കയറി നേരെയിരുന്നു. ഒരു കൈമുട്ടിന് മുകളിൽ വെച്ച് ദൂരേക്ക് നോക്കുന്ന ആ ഭാവം വളരെ പ്രത്യേകമുള്ളതായിരുന്നു. ആ ഇരിപ്പ് ഒരു പോസ് പോലെ തോന്നി. ശക്തിയും ആത്മവിശ്വാസവും ഒരുമിച്ച് കാണിക്കുന്ന ഒരു നിമിഷം പോലെ. റൈനോ വളരെ ഭാരം കൂടിയ ശക്തമായ ശരീരമുള്ള ഒരു കാട്ടുമൃഗമാണ്. അതിനെ നേരിൽ കണ്ടാൽ ആദ്യം കുറച്ച് പേടി തോന്നും. പക്ഷെ അതിന്റെ വലിപ്പവും ബലവും കണ്ടാൽ ഒരുപാട് അതിശയവും തോന്നുന്നു. ചീറ്റ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ കരജീവിയാണെങ്കിലും ഞാൻ കണ്ടപ്പോൾ അത് വളരെ ശാന്തമായി ഇരിക്കുകയായിരുന്നു. മെലിഞ്ഞ ശരീരവും കറുത്ത പുള്ളികളുമുള്ള ത്വക്കും അതിനെ വളരെ സുന്ദരമായി കാണിച്ചു. കയറിന് മുകളിൽ ഒറാങ്കുട്ടൻ നീങ്ങുന്നത് കാണാൻ വളരെ ശ്രദ്ധേയമായ കാഴ്ചയാണ്. 2 കൈകളും കയറിൽ ഉറച്ചു പിടിച്ച് ഒരു കൈ മുന്നോട്ട് നീട്ടിവെച്ച് പിന്നെ മറ്റേ കൈ മാറ്റി പതുക്കെ മുന്നോട്ട് പോകുന്നു. അതിനെ നീളമുള്ള ശക്തമായ കൈകളും സമതുലിതമായ ചലനവും കാണുമ്പോൾ അത് ഓരോ നീക്കവും ആലോചിച്ചാണ് ചെയ്യുന്നത് എന്നൊരു തോന്നലുണ്ടാകും. കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിക്കുന്നത് A for apple, B for bat, Z for zebra എന്നാണ്. അന്ന് അത് ഒരു സാധാരണ വാക്കായി തോന്നുന്നെങ്കിലും നേരിൽ സൂയിൽ സീബ്രയെ കാണുമ്പോൾ അതിന് വേറിട്ടൊരു അനുഭവമാണ്. ശരീരത്തിൽ മുഴുവൻ കറുപ്പ് വെളുപ്പ് വരകൾ ഉള്ളത് തന്നെയാണ് അതിനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ Z എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സീബ്രയെ തന്നെയാണ്. ബാലു ദി ബിയർ എന്നത് നമ്മളിൽ പലരും കേട്ടിട്ടുള്ള പ്രശസ്തമായ ഒരു കഥാപാത്രമാണ്. ദ ജംഗിൾ ബുക്ക് എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാൾ. വലിയ ശരീരമുള്ള സ്നേഹമുള്ള ഒരു കരടിയാണ് ബാലു. അവൻ മൗഗ്ലിയെ ജംഗിളിലെ നിയമങ്ങൾ പഠിപ്പിക്കുകയും ജീവിതം എളുപ്പമായി സന്തോഷത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ബാലു ഫൺ ലവിംഗ് ആണ്. ചിലപ്പോൾ കുറച്ച് ലേസി ആയിരിക്കും.
പക്ഷെ അതീവ കൈൻഡും പ്രൊട്ടക്റ്റീവുമായ ഒരു സുഹൃത്തും കൂടിയാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ കരടികൾ അങ്ങനെയല്ല. അവ വലുതും അതിശക്തവുമായ കാട്ടുമൃഗങ്ങളാണ്. ഭീഷണി തോന്നിയാൽ വളരെ ആക്രമണാത്മകമായി പെരുമാറാം. സാധാരണയായി മനുഷ്യരെ വേട്ടയാടാൻ വരില്ല. പക്ഷെ ഭയപ്പെട്ടാലോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട സാഹചര്യമുണ്ടായാലോ ശക്തമായി ആക്രമിക്കാൻ കഴിയും. ജിറാഫിനെ കണ്ടാൽ ആദ്യം കണ്ണിൽ പെടുന്നത് അതിന്റെ നീളമുള്ള കഴുത്താണ്. മുകളിൽ നിന്ന് എല്ലാം നോക്കുന്ന പോലെ. നീളമുള്ള കാലുകളും പുള്ളികളുള്ള ശരീരവും അതിനെ വളരെ വ്യത്യസ്തമായി കാണിക്കുന്നു. അത് നടക്കുമ്പോൾ സ്ലോ മോഷൻ പോലെ ഒരു ക്യൂട്ട് സ്റ്റൈലായി തോന്നുന്നു. അടുത്ത് നിൽക്കുമ്പോൾ ഇത്രയും ഉയരം എന്ന് അതിശയിച്ച് മേലോട്ട് നോക്കാതെ വയ്യ.